അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാരകമായിട്ടുള്ള രോഗങ്ങൾ പടർന്ന് പന്തലിച്ച ഈ കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് രക്ഷ നൽകുമെന്ന് പറഞ്ഞ പ്രാർത്ഥനകളും അദ്കാറുകളൊക്കെ ജീവിതത്തിൽ നിത്യമായി കൊണ്ടുവരിക എന്നത് ഒരു വിശ്വാസിക്ക് വലിയ ഒരു സുരക്ഷയാണ്. പ്രിയപ്പെട്ടവരെ, തിന്മകൾ പരസ്യമായി ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ അല്ലാഹുവിൻ്റെ അദാബ് പല വിധേനയും ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഹദീസിൽ നമുക്കിങ്ങനെ കാണാം: ഒരു സമൂഹത്തിൽ തിന്മകൾ വ്യാപകമായി ചെയ്യുന്ന, പരസ്യമായി ചെയ്യുന്ന സാഹചര്യമുണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ പൂർവികർ കേട്ടുകേൾവിയില്ലാത്ത പേരുകളിലുള്ള വ്യത്യസ്ത തീവ്രതകളിലുള്ള മാരകമായ രോഗങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരീക്ഷിക്കും എന്നതാണ്. അത്തരത്തിലുള്ള കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രാർത്ഥന ഞാൻ ഇന്ന് പറയാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരന്തരമായി ദുആ ചെയ്തിരുന്നു. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ മാരകമായ തീവ്രതയിലുള്ള വ്യത്യസ്ത പേരുകളിലുള്ള ആധുനിക കാലഘട്ടത്തിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമുക്ക് സലാമത്ത് നൽകും. ഇൻഷാ അല്ലാഹ്. പ്രാർത്ഥന എല്ലാവരും കാണാതെ പഠിക്കുക. നമ്മുടെ പൊന്നുമക്കൾക്കൊക്കെ അത് മനഃപ്പാഠമാക്കിപ്പിക്കുക. നമസ്കാരങ്ങൾക്ക് ശേഷവും ഇജാബത്ത് ലഭ്യമാകുന്ന സമയങ്ങളിലൊക്കെ അത് ചൊല്ലാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടുകയും ചെയ്യുക. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ആയിരുന്നു, യഖൂലു, അവിടുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസ്വി വൽ ജനൂനി വൽ ജുദാമി വസയ്യിഇൽ അസ്ഖാം. അല്ലാഹുവേ, തീർച്ചയായും നിന്നോട് കാവലിനെ ചോദിക്കുന്നു വെള്ളപ്പാണ്ട് രോഗത്തിൽ നിന്നും, ഭ്രാന്തിൽ നിന്നും, കുഷ്ഠരോഗത്തിൽ നിന്നും, മറ്റു മനുഷ്യനെ കേടായി ബാധിക്കുന്ന എല്ലാ പ്രയാസം സൃഷ്ടിക്കുന്ന രോഗത്തിൽ നിന്നും. എല്ലാവരും ഈ പ്രാർത്ഥന മനഃപ്പാഠമാക്കുക, മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, നിരന്തര പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. എല്ലാ മാരകമായ രോഗത്തിൽ നിന്നും, എത്ര വലിയ തീവ്രതയിലുള്ള വേദന സഹിക്കേണ്ട രോഗത്തിൽ നിന്നും, ഈ ആധുനിക കാലഘട്ടത്തിൽ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന പകർച്ചവ്യാധികളിൽ നിന്നൊക്കെ അല്ലാഹു പരിപൂർണ സംരക്ഷണം നൽകുന്ന ഒരു പ്രാർത്ഥനയാണ് ഇത്. അല്ലാഹു നമ്മളെയൊക്കെ കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. ഈ ദുആ എല്ലാവരും ചെയ്യുക. ഇതിൻ്റെ കൂടെ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക. ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്.